കൊല്ലം പുതിയകാവ് അമൃത വിദ്യാലയത്തിൽ വാർഷികാഘോഷം സംഘടിപ്പിച്ചു. മുൻ DGP സന്ധ്യ IPS വാർഷികം ഉദ്ഘാടനം ചെയ്തു. ഓരോ വർഷവും വിപുലമായി കൊണ്ടാടാറുള്ള കൊല്ലം പുതിയകാവ് അമൃത വിദ്യാലയത്തിന്റെ വാർഷികാഘോഷത്തിന്റെ പകിട്ടിന് ഇത്തവണയും ഒട്ടും കുറവുണ്ടായില്ല. ക്ഷണിക്കപ്പെട്ട അതിഥികളാലും വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളാലും ആഘോഷം ഗംഭീരമായി. പുതുതലമുറയിലെ കുട്ടികൾ എല്ലാ കാര്യങ്ങളിലും അറിവുള്ളവരാണെങ്കിലും അറിവിന്റെ എക്സ്പോഷർ കൂടിയാലുണ്ടാകുന്ന അപകടങ്ങളെക്കുറിച്ച് സന്ധ്യ IPS ഉദ്ഘാടന പ്രസംഗത്തിൽ ചൂണ്ടിക്കാട്ടി. ഈ അറിവിന്റെ എക്സ്പോഷർ അത് കൂടുന്തോറും ഒരുപാട് അപകടങ്ങളുണ്ട്. അപ്പോൾ ഡിസ്ക്രീറ്റ് യൂസ് ഓഫ് സൈബർ സ്പേസ് എന്നത് വിദ്യാലയങ്ങളിലെ ഒരു വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ്. അപ്പോൾ അതിലേക്ക് കുഞ്ഞുങ്ങളെ നയിക്കുക അത്ര എളുപ്പമുള്ള കാര്യമല്ല, പ്രത്യേകിച്ച് നമ്മുടെ കോവിഡാനന്തര കാലഘട്ടം. വിശിഷ്ടാതിഥിയായി എത്തിയ ചലച്ചിത്ര താരം രമേഷ് പിഷാരടിയുടെ ചിരിയും ചിന്തകളും നിറച്ച വാക്കുകളും സദസ്സിനെ രസിപ്പിച്ചു. എല്ലാ രാജ്യത്തും അവിടുത്തെ നേറ്റീവ്സിന്, അവിടുത്തെ അന്തേവാസികൾക്ക്, അവിടുത്തെ പൗരന്മാർക്ക് ഒരുപാട് പ്രിവിലേജുകളുണ്ട്. വന്നു കയറുന്നവർക്ക് കുറച്ച് പ്രിവിലേജുകളേ ഉള്ളൂ. ഈ ഒരു ഡിജിറ്റൽ മേഖല, ഇന്റർനെറ്റ് എന്ന് പറയുന്നിടത്തും ഞാൻ ഉൾപ്പെടുന്ന ഒരു തലമുറ ഇതില്ലാതെ ജീവിക്കാൻ പറ്റില്ല എന്ന ബോധ്യം വന്നതുകൊണ്ട് വന്നു കയറിയവരാണ്. നമുക്ക് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. പുതിയ തലമുറ ജനിച്ചു വളരുന്നത് അവിടെ തന്നെയാണ്. അവരവിടുത്തെ പൗരന്മാരാണ്. അവർക്ക് അവിടുത്തെ കുറിച്ച് നമ്മളെക്കാളും അറിയാം. മത അമൃതാനന്ദമയി മഠം ജനറൽ സെക്രട്ടറി സ്വാമി പൂർണ്ണാമൃതാനന്ദപുരി അനുഗ്രഹ പ്രഭാഷണം നടത്തി. അമ്മ പറയാനുള്ള നിഷ്കളങ്കതയിൽ നിന്ന് വരുന്നതൊക്കെ ആധ്യാത്മികതയാണ്, സ്വാർത്ഥതയിൽ നിന്ന് വരുന്നതൊക്കെ ലൗകികവുമാണ്. ആധ്യാത്മികതയും ലൗകികവും തമ്മിലുള്ള വ്യത്യാസം അത്രയേ ഉള്ളൂ. നമ്മുടെ നിഷ്കളങ്കതയിൽ നിന്ന്, സ്നേഹത്തിൽ നിന്ന്, നിസ്വാർത്ഥതയിൽ നിന്ന് വരുന്ന കർമ്മങ്ങളൊക്കെ മനോഹരമായിരിക്കും, അത് ആധ്യാത്മികമായിരിക്കും. സ്വാർത്ഥതയിൽ നിന്ന് വരുന്ന കർമ്മങ്ങളൊക്കെ അരോചകമായിരിക്കും. സ്കൂൾ പ്രിൻസിപ്പൽ ശ്രീ ചരണാമൃത പ്രാണ വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു. അമൃത വിദ്യാലയത്തിലെ പൂർവ്വ വിദ്യാർത്ഥിയും മർച്ചന്റ് നേവി ഇലക്ട്രിക്കൽ ഓഫീസറുമായ ആദിത്യയും ആശംസകൾ അർപ്പിച്ചു. പൊതുപരീക്ഷകളിലും വിവിധ മത്സരങ്ങളിലും വിജയികളായവർക്കുള്ള പുരസ്കാരങ്ങളും ചടങ്ങിൽ വിതരണം ചെയ്തു. തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി. അമൃത ന്യൂസ്, കൊല്ലം.